ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ ഒരു കാലത്ത് തൽപര കക്ഷികളിൽ നിന്ന് ഉണ്ടാകുന്ന വലിയ വിമർശനം ശബരിമലയിൽ നിന്ന് മുഴുവനും സർക്കാർ ഊറ്റിക്കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അത് സർക്കാർ അതിന്റെ കൃത്യമായി കണക്കുകളടക്കം മുന്നോട്ട് വെച്ച് അതിനെ ഖണ്ഡിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ സർക്കാർ നേരത്തെ ശ്രീ ആർ വി ബാബു തന്നെ പറഞ്ഞതുപോലെ ഒരു വലിയ ഭക്തജന പ്രവാഹം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അല്ലാത്ത ഇടങ്ങളിൽ നിന്ന് സർക്കാരിന് കൃത്യമായ വരുമാനം കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും സുരക്ഷയിലുമൊക്കെ വിശ്വസിച്ച് വരുന്ന ആളുകൾക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് സർക്കാർ നിക്ഷിപ്തമായ ഉത്തരവാദിത്തമാണ്. ആ നിലയ്ക്ക് ഉള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യുമ്പോൾ പക്ഷേ ഇപ്പോൾ ഈ ഹിന്ദു ഐക്യവേദി പ്രതി ശ്രീ ആർ വി ബാബുവും ശ്രീ ജിൻഡോ ജോണും ഒക്കെ ഏതാണ്ട് ഒരേ സ്വരത്തിൽ ഒരേ വാക്കുകൾ പോലുമാണ് ഉപയോഗിക്കുന്നത്. അത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കേസുകളുടെ കാര്യത്തിലാണ് എങ്കിലും സർക്കാരിന് ഇത് ചെയ്യാമോ തുടങ്ങിയ ആശങ്കകളിലൊക്കെയാണ് എങ്കിലും സംഘപരിവാർ സംഘടനകളുടേതിന് സമാനമായ ആശങ്കകളാണോ കോൺഗ്രസിനെയും ഭരിക്കുന്നത്? അത് ഒരു കാരണവശാലും സംശയിക്കേണ്ട. ആർ വി ബാബുവിൻ്റെയും ജിൻഡോ ജോണിൻ്റെയും അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെയും കോൺഗ്രസിൻ്റെയും ശബ്ദങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല. ഇന്ന് വരെ ആയിട്ടില്ല, നാളെയും ആയിരിക്കില്ല. നമ്മളൊരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ മെറിറ്റിലേക്ക് പോകുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു കാരണവശാലും സംശയിക്കേണ്ട. അതിനൊരു ഉദാഹരണം, വിഴിഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം സർക്കാർ പിൻവലിച്ചു എന്ന് ആർ വി ബാബു പറഞ്ഞു. അത് കളവാണ്. 199 കേസിൽ 157 അത്ര പ്രാധാന്യമില്ലാത്ത ഗൗരവമില്ലാത്ത കേസുകളെ പിൻവലിച്ച പോലീസ് സ്റ്റേഷൻ കത്തിച്ചതടക്കമുള്ള 42 കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് ജനീഷ് കുമാർ പറയുമെന്ന് ഞാൻ വിചാരിച്ചേ, പക്ഷെ പറഞ്ഞില്ല. അതാണ് തന്നെയാണ് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളതും. BJPക്ക് സംഘപരിവാറിന് അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിക്കൊക്കെ ചിലത് പറയാനുള്ള ഇടം ഒരുക്കി കൊടുക്കുകയാണ് പിണറായി സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് എനിക്ക് ജനീഷ് കുമാറിനോട് ചോദിക്കാനുള്ളത്, ജനീഷ് കുമാർ അടക്കമുള്ള CPMന്റെ MLA മാർ, CPMന്റെ മന്ത്രിമാർ ശബരിമല അയ്യപ്പനിൽ വിശ്വസിക്കുന്ന വിശ്വാസികളാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ നടത്തുന്ന ശ്രമങ്ങളൊക്കെ അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ പിന്നെ അവിടെ ദേവസ്വം ബോർഡിന് എന്താണ് ജോലി? പ്രതിവർഷം അവിടെ കോടിക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്നതിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ പറ്റില്ല എങ്കിൽ അങ്ങനെ ഒരു കണക്ക് നിങ്ങൾ മുന്നോട്ട് വെക്കണം. അവിടെ കിട്ടുന്ന പണം കൊണ്ട് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളും അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ വെളിപ്പെടുത്തണം. ഇതൊരുമാതിരി അമ്പലപ്പറമ്പിൽ പുഷ്പനെ അന്വേഷിച്ച് നടന്നതുപോലെയുള്ള ഒരു പരിപാടിയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ പമ്പ സന്നിധിയിൽ ചെന്നിട്ട് നിങ്ങൾ ആഗോള സംഗമം നടത്തുന്നത്. ലോക കേരള സഭ പോലെ ഒരു കച്ചവട പരിപാടി മാത്രമല്ല ഇത് സംഘപരിവാറിന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവരുടെ വിത്ത് വിതയ്ക്കാനുള്ള ഒരു നിലമൊരുക്കി കൊടുക്കൽ കൂടിയാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ശബരിമലയിൽ മാത്രം മതിയോ നിങ്ങൾക്ക് ഈ സേവനം? തൃശ്ശൂർ പൂരം കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവം കൂടിയായിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും കാണുന്നത്. ഈ തൃശ്ശൂർ പൂരം കളിക്കിട്ട് 2 കൊല്ലമാകാൻ പോവാ. ആ തൃശ്ശൂർ പൂരം കളിക്ക് RSSന് വിടുപണി ചെയ്ത ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിൽ നിന്ന് CPMന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇന്നുകൂടി ADGP MR അജിത് കുമാറിനെ തോളത്തെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന നിലപാടല്ലേ പിണറായി വിജയൻ സ്വീകരിക്കുന്നത്? ആരാണ് ജനീഷ് കുമാറെ തൃശ്ശൂർ പൂരം കളിക്കിയത്? ആ തൃശ്ശൂർ പൂരം കളിക്കവർക്കെതിരെ നമുക്ക് നടപടി സ്വീകരിക്കണ്ടേ? ശബരിമലയുടെ സംരക്ഷണത്തിന് പോകുമ്പോൾ അപ്പുറത്തെ തൃശ്ശൂർ പൂരം കളിക്കൊണ്ട് RSSന് പണിയെടുക്കുന്ന ആ ആഭ്യന്തര വകുപ്പിലെ പണിക്കാരെ നമുക്ക് കണ്ടെത്തണ്ടേ? അതുപോലെ ഇതെല്ലാം കാണണ്ടേ? ഇപ്പോൾ കനകദുർഗയെയും ബിന്ദു അമ്മിണിയെയും അല്ലെങ്കിൽ രഹന ഫാത്തിമയൊക്കെ ശബരിമലയിലേക്ക് പോലീസ് അകമ്പടിയോടെ നടത്തിയ നടപടി തെറ്റായിരുന്നു എന്ന് ഈ ചർച്ചയിൽ പറയാനായിട്ട് ജനീഷ് കുമാറിന് ധൈര്യമുണ്ടോ? അപ്പൊ നിങ്ങൾ കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇത്തരത്തിൽ കുറെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നിലമൊരുക്കി കൊടുക്കുന്നതാണ് ഇതൊക്കെ. ഇത് ഒരേ സമയം കച്ചവടവും മറ്റൊരു സൈഡിൽ കൂടെ ഇത് വർഗീയ താല്പര്യങ്ങൾക്കുള്ള ഇടമൊരുക്കി കൊടുക്കൽ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ ശബ്ദത്തെ ഒരു കണക്കിനും ആർ വി ബാബുവിന്റെ ശബ്ദവുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട. ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യമാണ്, ആർ വി ബാബുവിന്റെ താല്പര്യം മറ്റൊന്നാണ്.